വെൽക്കം. ഇറ്റ് എന്ന വാക്ക് വാക്യത്തിൽ എപ്രകാരമാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നത്. ഇറ്റ് പല വിധത്തിലാണ് വാക്യങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇറ്റിനെക്കുറിച്ചുള്ളതായ അറിവ് ഇറ്റ് പല വിധത്തിലാണ് വാക്യങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇറ്റിനെക്കുറിച്ചുള്ളതായ അറിവ് ഉണ്ടായിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വാക്യങ്ങളിൽ ഇറ്റ് ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഇറ്റിൻ്റെ ഒരു ഉപയോഗം സമയത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളിൽ ആണ്. സമയത്തെക്കുറിച്ചെന്ന് പറയുമ്പോൾ മണിക്കൂറിന് വേണ്ടിയോ ദിവസങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് വേണ്ടിയോ വർഷങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പറയുന്ന വാക്യങ്ങളിൽ ഇറ്റ് ഇൻട്രൊഡക്ടറി ഇറ്റായിട്ട് വരാറുണ്ട്. വാക്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമെങ്കിലും പ്രത്യേക അർത്ഥമൊന്നും തന്നെ ഇല്ല. ഉദാഹരണത്തിനായിട്ട് ഇറ്റ് ഈസ് 5 o'clock now. ഇപ്പോൾ 5 മണിയാണ്. പ്രസൻറ്റ് ടൈമിന് വേണ്ടിയും പാസ്റ്റ് ടൈമിന് വേണ്ടിയും ഫ്യൂച്ചർ ടൈമിന് വേണ്ടിയും ഒക്കെയും ഇപ്രകാരത്തിലുള്ള വാക്യങ്ങളുടെ പ്രയോഗമുണ്ട്. എക്സാമ്പിൾ, ഇറ്റ് ഈസ് സൺഡേ ടുഡേ. ഇന്ന് സൺഡേ ആണ്. ഈസിൻ്റെ സ്ഥാനത്ത് വാസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇറ്റ് വാസ് സൺഡേ യെസ്റ്റർഡേ. ടുഡേ മാറി യെസ്റ്റർഡേ ആയി, ഈസിൻ്റെ സ്ഥാനത്ത് വാസ് ആയി. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു, ഇനിയും അല്ലെങ്കിൽ നാളെ സൺഡേ ആയിരിക്കും അല്ലെങ്കിൽ ആകും, സൺഡേ ആണെന്നൊക്കെ പറയുവാൻ വിൽ ബിയുടെ പ്രയോഗം പറയാൻ വിൽ ബി പ്രയോഗിക്കുന്നു. ഇറ്റ് വിൽ ബി സൺഡേ ടുമോറോ. അപ്പോൾ ഇപ്രകാരത്തിലുള്ള വാക്യങ്ങളുടെ സ്റ്റാർട്ടിങ് ഇറ്റ് ആണെങ്കിലും ഇറ്റിന് പ്രത്യേകമായ അർത്ഥമൊന്നുമില്ല. ഇത് മാസത്തിന് വേണ്ടിയും ഇതുപോലെ തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ജാനുവരി ദിസ് മന്ത്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ജാനുവരി ലാസ്റ്റ് മന്ത്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ജാനുവരി നെക്സ്റ്റ് മന്ത്. ഇപ്രകാരത്തിൽ ഇറ്റ് പ്രയോഗിക്കുന്നു. വർഷത്തിന് വേണ്ടിയും ഇറ്റ് ഈസ് 2022, ഇറ്റ് വാസ് 2020, ഇറ്റ് വിൽ ബി 2023 ഇങ്ങനെ പറയുവാൻ ഇറ്റ് പ്രയോഗിക്കുന്നു. അപ്പോൾ ഇപ്രകാരത്തിൽ സമയത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾക്ക് വേണ്ടിയോ ദിവസങ്ങൾക്ക് വേണ്ടിയോ മാസങ്ങൾക്ക് വേണ്ടിയോ വർഷങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഇറ്റ് പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറ്റ് വാക്യങ്ങളുടെ ആരംഭത്തിൽ വരുമ്പോൾ ഇറ്റിന് പ്രത്യേകമായ അർത്ഥം ഒന്നും തന്നെ ഇല്ല. ഇൻട്രൊഡക്ടറി ഇറ്റായിട്ടാണ് നിൽക്കുന്നത്. തുടർന്നും കൂടുതൽ മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തുടർന്നുള്ള വീഡിയോകളും കാണുക. താങ്ക്സ്.